മേടൻ ലഗ്നക്കാർക്ക് 11/5/2026 മുതൽ 17/5/2026 വരെയുള്ള ഒരു പൊതുവായുള്ള ഫലമാണ് ഇവിടെ പറയുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങളുടെ ജാതകപ്രകാരമുള്ള ഗ്രഹനില അനുസരിച്ച് ഇവയിൽ ചിലതെല്ലാം മാറ്റങ്ങൾ വരാം. ഇത് പൊതുവായുള്ള ഒരു മേടൻ ലഗ്നക്കാരുടെ ഫലം മാത്രമാണ് ഇവിടെ പറയുന്നത്. നിങ്ങളുടെ ജാതകത്തിലെ മാറ്റങ്ങളനുസരിച്ച് ഇതിൽ ചില കാര്യങ്ങളിലെല്ലാം മാറ്റങ്ങളുണ്ടായിരിക്കും എന്ന് ശ്രദ്ധിക്കുക. ഇപ്പോൾ മേടൻ ലഗ്നക്കാർക്ക് പൊതുവെ ആത്മവിശ്വാസമുള്ള സമയമാണ്. ബുദ്ധിപരമായി പല കാര്യങ്ങളിലും നേട്ടമുണ്ടാക്കിയെടുക്കാവുന്ന ഒരു സമയം കൂടിയാണ് 11 മുതൽ 17 വരെയുള്ള കാലഘട്ടം. പക്ഷേ 12-ാം തീയതിയോടുകൂടി ചെയ്യുന്ന പ്രവൃത്തികളിൽ ഒരു ശ്രദ്ധ വേണം. പെട്ടെന്ന് എടുക്കുന്ന തീരുമാനങ്ങൾ ഒഴിവാക്കണം. അമിതമായ ആത്മവിശ്വാസം ചിലപ്പോൾ എടുത്തുചാട്ടത്തിന് കാരണമായേക്കാം. വാക്കുകളുണ്ടാക്കുന്ന നിയന്ത്രണക്കുറവ് മറ്റുള്ളവരുമായുള്ള ബന്ധങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിന് കാരണമായേക്കാം. ഏതൊരു കാര്യവും ധൈര്യപൂർവ്വം ചെയ്യാനുള്ള പക്വത മേടൻ ലഗ്നക്കാർക്ക് ഈ സമയം ഉണ്ടാവും. സാമ്പത്തികമായ നല്ല സമയമാണെങ്കിലും ചിലവ് ശ്രദ്ധിക്കേണ്ട സമയമാണ് ഇത്. അമിതമായ ചിലവുകൾ കുറച്ച് സൂക്ഷ്മതയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് ബുദ്ധിപൂർവ്വം മുന്നോട്ട് പോകുന്നത് നല്ലതായിരിക്കും. പൊതുവെ കുടുംബത്തിൽ സമാധാനവും സന്തോഷവും ഉണ്ടെങ്കിലും ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം. കുടുംബകാര്യങ്ങൾ കൂടുതൽ ചുമതലകൾ വന്നു ചേരാവുന്ന സമയം കൂടിയാണ് ഇത്. മറ്റുള്ളവർക്ക് സമ്മാനങ്ങൾ നൽകുക, സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, വസ്ത്രങ്ങൾ എന്നിവ വാങ്ങുക തുടങ്ങിയ കാര്യങ്ങൾ കൂടുതൽ തോന്നാവുന്ന സമയമാണ് ഇത്. അത്തരം ചിന്തകളെ ഒരു നിയന്ത്രണത്തോടെ കൈകാര്യം ചെയ്താൽ വലിയ പ്രശ്നങ്ങൾ ഒഴിവാക്കാം. പല പ്രശ്നങ്ങളിലും നിങ്ങളുടെ സംസാരിച്ച് തീർക്കാൻ കഴിഞ്ഞേക്കാവുന്ന ഒരു സമയം കൂടിയാണ് ഇത്. സഹോദരങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ നല്ല പുരോഗതി ഉണ്ടാക്കാവുന്ന ഒരു സമയമാണിത്. സഹോദരങ്ങളിൽ നിന്നും പിന്തുണ ലഭിക്കുന്ന സമയവും ആണ് ഇതെന്ന് പറയാം നമുക്ക്. ഈ സമയം സഹോദരങ്ങളുമായിട്ട് എന്തെങ്കിലും തർക്കങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിക്കപ്പെടാവുന്ന ഒരു സമയമാണ്. 15-ാം തീയതിയോടെ കുടുംബകാര്യങ്ങളിൽ ചെറിയ രീതിയിൽ ശ്രദ്ധിക്കേണ്ട സമയമാണ്. കുടുംബത്തിൽ ചില തടസ്സങ്ങളോ അല്ലെങ്കിൽ അനാവശ്യ ചെലവുകളോ വരുത്തിയേക്കാവുന്ന ഒരു സമയം കൂടിയാണിത്. ഇത് ക്ഷമയോടെയും വിവേകത്തോടെയും കൈകാര്യം ചെയ്യേണ്ടത് നല്ലതായിരിക്കും. 15-ാം തീയതിക്ക് ശേഷം സഹോദരങ്ങളുമായിട്ടുള്ള ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാകുന്ന സമയമാണ്. യാത്രകളിൽ നിന്ന് നേട്ടമുണ്ടാക്കാനും സാധ്യതയുണ്ട്. ഭാഗ്യവും അറിവും വർദ്ധിക്കുന്ന സമയം കൂടിയാണ് ഇത് എന്ന് പറയാം. നിങ്ങളുടെ സംസാരശേഷി മറ്റുള്ളവരെ ആകർഷിക്കുന്ന തരത്തിലേക്ക് ഉയരുന്ന ഒരു സമയമാണിത്. തമാശകൾ പറയാനും മറ്റുള്ളവരെ രസിപ്പിക്കാനും നിങ്ങൾക്ക് സാധിച്ചേക്കാം. സർഗാത്മകമായ കഴിവുകൾ പ്രകടിപ്പിക്കാൻ സാധിക്കുന്ന സമയം കൂടിയാണ് ഈ സമയം. കുടുംബമായി ജീവിക്കുന്നവർക്ക് കുട്ടികളുടെ കാര്യത്തിൽ ചില അമിതമായ ടെൻഷനുകൾ ഉണ്ടായേക്കാം, അല്ലെങ്കിൽ ആശയക്കുഴപ്പം ഉണ്ടായേക്കാം. അതൊക്കെ ഒരു പരിധി വരെ ശ്രദ്ധിക്കുക. പ്രണയിക്കുന്നവർക്ക് 15-16 ദിവസങ്ങളിൽ തർക്കങ്ങൾ ഉണ്ടായേക്കാം. അതുപോലെ അനാവശ്യമായ സംശയങ്ങൾക്കും കാരണമായേക്കാം. പരസ്പരം തുറന്ന് സംസാരിച്ച് കാര്യങ്ങൾ തീർക്കാൻ ശ്രമിച്ചാൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകില്ല. 17-ാം തീയതിയോടുകൂടി ഈ പ്രശ്നങ്ങൾക്ക് ഒരു ശാന്തത കൈവരിക്കുന്നതായിരിക്കും. മനസ്സിന് ആശ്വാസം ലഭിക്കുന്നതായിരിക്കും. 15-16 തീയതികൾ അകാരണമായി പേടി തോന്നുക, എടുത്തുചാട്ടം എന്നിവ ഒഴിവാക്കുന്നത് വളരെ നല്ലതാണ്. 11, 22, 13 തീയതികളിൽ അമിതമായ ആത്മവിശ്വാസം മൂലം ചിലപ്പോൾ എടുത്തുചാടി പറയുന്ന വാക്കുകൾ ശത്രുക്കളെ ഉണ്ടാക്കിയേക്കാം. തർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കുന്നത് വളരെ നല്ലതാണ്. 15-ാം തീയതിയോടുകൂടി ഇതിൽ ഒരു മാറ്റവും വന്നു ചേരാം. എന്നിരുന്നാലും അമിതമായ ആത്മവിശ്വാസം അഹങ്കാരത്തിലേക്ക് മാറാതെ നോക്കണം. മറ്റുള്ളവരുടെ ആജ്ഞാപിക്കുന്ന തരത്തിലുള്ള പെരുമാറ്റരീതി കുറയ്ക്കുന്നത് നല്ലതാണ്. ദഹനക്കുറവ്, തലവേദന, പേശിവേദന, നെഞ്ചെരിച്ചിൽ എന്നിവ ചിലർക്കെങ്കിലും അനുഭവപ്പെട്ടേക്കാം. ഉഷ്ണസംബന്ധമായ ബുദ്ധിമുട്ടുകളും അനുഭവപ്പെട്ടേക്കാം. ചൂട് കൂടിയതോ ആയിട്ടുള്ള ഭക്ഷണങ്ങളും മസാല കൂടിയ ഭക്ഷണങ്ങളും ഒഴിവാക്കുന്നത് ഈ സമയത്ത് നല്ലതായിരിക്കും. ധാരാളം വെള്ളം കുടിക്കുന്നതും നല്ലത്. 15-ാം തീയതിക്ക് ശേഷം ദാമ്പത്യ ജീവിതത്തിൽ കുറച്ചും കൂടി സന്തോഷവും സമാധാനവും ഉണ്ടാകുന്നതിനും പങ്കാളിയുമായിട്ടുള്ള ബന്ധം കൂടുതൽ ദൃഢമാകുന്നതിനും മാത്രമല്ല, പങ്കാളിയിൽ നിന്ന് പങ്കാളിക്ക് ഭാഗ്യം വന്നു ചേരാവുന്ന ഒരു സമയമാണിത്. പങ്കാളിയുമൊത്ത് യാത്രകൾ നടത്തുന്നത് വളരെ ഉചിതമായ സമയമാണിത്. ജീവിതത്തിൽ അത് പല പല മാറ്റങ്ങൾക്കും കാരണമാക്കും. ചെറിയ അസുഖങ്ങൾ വന്നാലും ആ അവസ്ഥയെ മെച്ചപ്പെട്ട ആരോഗ്യത്തിലേക്ക് തിരികെ നമുക്ക് ആരോഗ്യം കൈവരിക്കാൻ സാധിക്കുന്ന ഒരു സമയം കൂടിയാണിതെന്ന് നമുക്ക് പറയാം. അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ, ഉയർന്ന അറിവുകൾ, യാത്രകളിൽ നിന്നുള്ള ഗുണങ്ങൾ ഇവയെല്ലാം മേടൻ ലഗ്നക്കാർക്ക് 15-ാം തീയതിക്ക് ശേഷം വന്നു ചേരുന്നതാണ്. മേടൻ ലഗ്നക്കാർക്ക് തൊഴിൽപരമായ അസംതൃപ്തി, തടസ്സങ്ങൾ എന്നിവ കാരണമായേക്കാം. അതിനാൽ തൊഴിൽ മേഖലയെ ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും.
13 തൊട്ട് 15 വരെയുള്ള സമയം തൊഴിൽ മേഖലയിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ്. ജോലിയിൽ ശ്രദ്ധ നഷ്ടപ്പെടാതെ ഈ സമയം ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. സാമ്പത്തികമായ നേട്ടം വന്നു ചേരാൻ പല വഴികളിലൂടെ പണം വന്നു ചേരുന്നതുമായിട്ടുള്ളൊരു സമയമാണ് ഇത്. കൂട്ടുകാരിൽ നിന്നുള്ള നല്ല പിന്തുണ ലഭിക്കാവുന്ന ഒരു സമയം കൂടിയാണ് ഇത്. അതുപോലെ തന്നെ പുതിയ ആളുകളെ പരിചയപ്പെടാനും അതുവഴി നേട്ടങ്ങൾ വന്നു ചേരാനും ഈ സമയം കാരണമാകാം. എന്നിരുന്നാലും പുതിയ ബന്ധങ്ങൾ വന്നു ചേരുമ്പോൾ അത് നല്ലതാണോ പൊട്ടയാണോ എന്ന് ശ്രദ്ധിക്കുന്നതും വളരെ നല്ലതാണ്. ദൈവാധീനം കുറഞ്ഞിരിക്കുന്ന സമയമാണ് ഇതെന്ന് നമുക്ക് പറയാം. അതുകൊണ്ട് തന്നെ ഈശ്വരവിശ്വാസം കൂട്ടുന്നതും ആരാധനാലയങ്ങളിൽ ദർശനം നടത്തുന്നതും പ്രശ്നങ്ങൾ കുറയ്ക്കാൻ വളരെ നല്ലതായിരിക്കും. ശനിയാഴ്ച ശാസ്താവിനെയോ ഹനുമാനെയോ ഭജിക്കുന്നത് നല്ലതാണ്. ശനി ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതും മേടൻ ലഗ്നക്കാർക്ക് വളരെയധികം നല്ലതായിരിക്കും. പിന്നെ ഇവിടെ പറയാൻ നമുക്ക് കേട്ടുപോയിരുന്നത് തൊഴിൽ മേഖലയിൽ ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. 15-ന് ശേഷം തൊഴിൽ മേഖലയിൽ അതുവരെ ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ കൂടി അല്പം പുരോഗതി നമുക്ക് വന്നു ചേരാം. അത് മേടൻ ലഗ്നക്കാർക്ക് ഒരു പ്രതീക്ഷ നൽകുന്ന ഒന്ന് തന്നെയാണ്. തൊഴിൽപരമായിട്ടുള്ള പുതിയ ആശയങ്ങൾ, തീരുമാനങ്ങൾ, നിലവിലെ സാഹചര്യങ്ങൾ അല്പം മാറ്റങ്ങൾ, ഇതൊക്കെ മേടൻ ലഗ്നക്കാർക്ക് ഈ സമയം കൊണ്ട് നമുക്ക് മാറ്റം കൊണ്ടുവരും. അതുകൊണ്ട് തന്നെ തൊഴിൽ മേഖല ഉണ്ടാകുന്ന വലിയ വലിയ പ്രശ്നങ്ങളൊക്കെ ഒരു കുറവ് വന്നു ചേരുന്ന സമയമാണ് 15-ാം തീയതിക്ക് ശേഷം. അപ്പോൾ ഇവിടെ മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മേടൻ ലഗ്നക്കാർക്ക് ഇപ്പോൾ ഈ ഈശ്വരാധീനം, അതായത് ദൈവാധീനം കുറഞ്ഞ സമയമായതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആരാധനാലയങ്ങളിൽ ദർശനം നടത്തേണ്ടത് വളരെ നല്ലതായിട്ട് കാര്യമാണ് പറയുന്നത്. ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് മേടൻ ലഗ്നക്കാർക്ക് 11-ാം തീയതി തൊട്ടുള്ള ഈ ഒരു കാലയളവിൽ അവർക്ക് അനുഭവപ്പെടുന്ന 11/5/2026 തൊട്ട് 17/5/2026 വരെയുള്ള ഈ ഒരു കാലയളവിൽ ഇവർക്കുണ്ടാകുന്ന അനുഭവങ്ങൾ. ഇതൊരു പൊതുവായ ഫലം മാത്രമാണെന്ന് ആദ്യമേ ഞാൻ പറഞ്ഞിരുന്നു. അതായത് നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹങ്ങളുടെ മാറ്റങ്ങൾ കൂടി വെച്ച് നോക്കുമ്പോൾ ഇവയിൽ ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് നല്ല അനുഭവങ്ങൾ കൂടി ഉണ്ടായേക്കാം, മാറ്റങ്ങൾ സംഭവിക്കാം. അതുകൊണ്ട് കൂടുതൽ വിശദമായ ഒരു ഫലം ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ ജാതകം കൂടി പരിശോധിക്കേണ്ടതാണ്.